ഒരു കാരണവശാലും ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള മൈറ്റി ഫോഴ്സാണ്. അവർക്കൊന്നും ഈ താലിബാൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പാകിസ്ഥാൻ പട്ടാളക്കാരെ പിടിച്ചോണ്ടെന്ന് അവർ കുപ്പായല്ലോ ഊരി അവനെ കൊന്നിട്ട് അത് പബ്ലിക്കായിട്ട് കാബൂളിൽ വെക്കുന്ന രീതി അതൊന്നും ഇന്ത്യക്ക് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. കാരണം ഗ്ലോബലായിട്ട് വലിയ ഇഷ്യൂ ഉണ്ട്. പക്ഷേ താലിബാനെ സംബന്ധിച്ചിടത്തോളം അവരിതൊക്കെ ചെയ്യും. കാരണം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അഫ്ഗാനും പഷ്തൂൺ ഈ താലിബാൻ എന്നൊക്കെ പറയുന്ന സംഭവം അവർ 35-40 വയസ്സ് കഴിയുമ്പോൾ ആൾക്കാർ ചത്തുപോകും. കാരണം ഇവരെങ്കിലും ഫൈറ്റ് ചെയ്ത് വാറിലോട് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ പോകുന്ന ഒരു രാജ്യം അവിടുത്തെ ജനങ്ങൾ. നമുക്ക് ഈ അഫ്ഗാനെ പ്രോക്സി ആയിട്ട് എടുക്കുവാണെങ്കിൽ പാകിസ്ഥാന്റെ എൻറ്റയർ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഡീറെയിലായി പോകും. അവർക്ക് പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ നോക്കാൻ എവിടെ സമയം കിട്ടുന്നത്? ആലോചിച്ച് നോക്കണം. പാകിസ്ഥാൻ എന്തോ കംപ്ലീറ്റ് ഡിസാസ്റ്റർ ആയിരുന്നു അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ. കാരണം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തത് ഇന്ത്യയിൽ. അതിൻ്റെ പേരിൽ അവരുടെ ആർമി ചീഫോ അവരുടെ ആൾക്കാരോ, അതായത് പാകിസ്ഥാൻ പട്ടാളത്തിലെ പഷ്തൂണായിട്ടുള്ള ആൾക്കാർ പോലും പാകിസ്ഥാൻ പട്ടാളത്തിനെതിരായി. ഈ പാകിസ്ഥാൻ താലിബാൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്കറിയാം. ബേസിക്കലി ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന അവരുടെ അപ്പർ ഡോമിനേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പോയ പഞ്ചാബി കമ്മ്യൂണിറ്റിയാണ്. ഇന്ത്യൻ പഞ്ചാബീസാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അവരാണ് മുഴുവനും ഭരിക്കുകയും എല്ലാം ചെയ്യുന്നത്.